നീ നാളെയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ, നീ ഇരുട്ടിനെ ഭയക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഓരോ ദിവസത്തെയും ഒന്ന് മാറി കിട്ടിയെങ്കിൽ, കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നീ പറ, ആമേൻ. ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ പോരാടി പ്രാർത്ഥിക്കുവാൻ യാക്കോബിനെ പോലെ ഒരു ഭക്തന് കഴിയപ്പെടുമെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 130 അതിൻ്റെ 6-ാമത്തെ വാക്യം. വിശുദ്ധ സങ്കീർത്തനം 130 6-ാമത്തെ വാക്യം എടുത്തൊരാൾക്ക് വായിക്കാം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. മതി. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ, വീണ്ടും ആവർത്തിക്കുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഈ വചനത്തിനായിട്ടൊന്ന് ഹല്ലേലൂയ പറയാവോ? ഒരിക്കൽ കൂടെ 130-ാം സങ്കീർത്തനം 6-ാം വാക്യം പഠിപ്പിക്കുന്നത്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ട്, മറ്റ് ഇതര അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഉണ്ട്, ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഈ കാത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും ആ വ്യക്തികളുടെ മാനസികാവസ്ഥ ഒരു പ്രത്യേക ലെവലിൽ തന്നെ ആയിരിക്കും. ഉറക്കമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഉഷസ്സിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ഒരു രാത്രിയെ ഭയക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഉഷസ്സിനായി കാത്തിരിക്കും. അതെല്ലാം ഭയങ്കരമായ ഒരു മാനസിക സംഘർഷവും പിരിമുറുക്കവും തന്നെയായിരിക്കുന്നു. ഞാനൊരു പ്രാർത്ഥനക്കാരൻ എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സന്ധ്യയാകുമ്പോൾ ഭയം തുടങ്ങും, സന്ധ്യയാകുമ്പോൾ പേടി തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നവർ? അവർ ഉഷസ്സിനായി പ്രഭാതത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പോൾ ഈ പ്രഭാതം എന്ന് പറയുന്നത് ആരൊക്കെയോ ഏതൊക്കെയോ സാഹചര്യത്തിൽ കാത്തിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിരിക്കപ്പെടുന്നു. സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഭാതത്തിനായി കാത്തിരിക്കും. കാരണം സമാധാനമില്ല, സ്വസ്ഥതയില്ല, അവർക്ക് കിടന്നാലിട്ട് ഉറക്കം വരത്തില്ല, അവർക്ക് നാളെക്കുറിച്ചുള്ള ആശങ്കകൾ. അപ്പോൾ ഇതെല്ലാം ഒരു കാത്തിരിപ്പ്. പ്രഭാതം ഒരു വിധത്തിൽ കാത്തിരിപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ പ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടക്കം ഉളുക്കിപ്പോയി. ഇവിടെ ഉഷസാകുവോളം ഒരാൾ മല്ല് പിടിച്ചു. ഇവിടെ നമ്മൾ ആദ്യം സങ്കീർത്തനത്തിൽ വായിച്ചിരുന്ന ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും, അതിന് 1-ാം വാക്യം യഹോവ ആഴത്തിൽ അവൻ നിന്നോട് നിലവിളിക്കുന്നു എന്നും പറഞ്ഞ് 130-ാം സങ്കീർത്തനത്തിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷേ വേറെ ഉഷസ്സിന് വേണ്ടിയിട്ട് ഒരാൾ കാത്തിരിക്കുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒരു ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, അതിനേക്കാളും ഞാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കുന്നു. ഒന്ന് കരമടിച്ചു ദൈവത്തിന് നന്ദി അർപ്പിക്കാവോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനായി നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ കാത്തിരിക്കണം.
നിങ്ങൾ കാത്തിരിക്കണം, ദൈവത്തിനായി കാത്തിരിക്കണം. ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകർക്ക് ഇത് കൂടുതൽ അറിയാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്, ഉഷസ്സിനായി ചിലർ കാത്തിരിക്കുന്നതിനേക്കാളും എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് ദൈവസഭ തീരണം. അവൻ വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. അവൻ വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾക്ക് മാറ്റം വരും. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരും. മനുഷ്യരായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ചു പറ, നിന്റെ ഭവനത്തിൽ അവൻ വന്നു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുക. നിന്റെ സ്ഥാപനത്തിൽ അവൻ വന്നു കഴിഞ്ഞാൽ മാറ്റം സംഭവിക്കപ്പെടാ. നിന്റെ കുടുംബത്തിനകത്ത് വന്നു കഴിഞ്ഞാലൊട്ട് വലിയൊരു വ്യത്യാസം, ഒരു വിടുതൽ സംഭവിക്കും. ഏതൊരു പ്രശ്നത്തെക്കാളും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു ദൈവത്തിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സഭയിലേക്ക് വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ കടന്നു വന്ന ദൈവത്തിൻ്റെ ജനം തൃപ്തിയോടുകൂടി കടന്നു വരണമെങ്കിൽ ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കപ്പെടുന്ന മനസ്സമാധാനമില്ലാത്തവൻ ഇരിക്കുന്നതിനേക്കാൾ തൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ളൊരു മനസ്സ് ദൈവത്തിൻ്റെ ഭക്തന്മാർക്കുണ്ട് എങ്കിൽ അവിടെ വലിയ അത്ഭുതമാണെങ്കിൽ ഇന്ന് പകൽ സമയത്തിലേക്ക് നീ നാളെയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ, നീ ഇരുട്ടിനെ ഭയക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഓരോ ദിവസത്തെയും ഒന്ന് മാറി കിട്ടിയെങ്കിൽ, കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നീ പറ, എൻ്റെ ദൈവത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇനി ഞാൻ ഉഷസ്സിനായിട്ടല്ല കാത്തിരിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിലെ ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു യാക്കോബ്. യാക്കോബ് പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തുനിഞ്ഞതേയില്ല. കാരണമുണ്ട്, പ്രഭാതം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമോ സമാധാനമോ കിട്ടാൻ സാധ്യതയില്ല, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാനായിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായ സമയത്തിൽ തന്നെ അവന് ഉഷസ് വരുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ, പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അപ്പോൾ ഉഷസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് വെടിയിട്ടുന്നു. ടെൻസ്ഡ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ഉഷസ്സിന് വേണ്ടി ആഗ്രഹിക്കും. ഇനി ഓരോ ദിവസവും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. കാരണം ഇന്ന് പിരിവുകാരൻ വരാറുണ്ട്, കടക്കാരൻ വരാറുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ കടന്നു വരും. അപ്പോൾ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞിരുന്നു എങ്കിലെന്ന്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ചിന്തിച്ചത്. ഇന്നത്തെ ഉഷസ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയരുത്, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഞാൻ മരിക്കും. അതായിരുന്നു യാക്കോബിൻ്റെ സിറ്റുവേഷൻ. നീണ്ട 20 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠനുമായിട്ടൊരു കശപിശ ഉണ്ടായി എന്ന് മാത്രമല്ല, ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് അവൻ വീട് വിട്ടിറങ്ങേണ്ടതായിട്ട് അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അല്ലെങ്കിൽ ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ഓടി. അമ്മ മകൻ്റെ ഡെഡ് ബോഡി കാണാൻ മടിച്ചിട്ട് അവനോട് പറഞ്ഞു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. 20 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ യാക്കോബ് വിചാരിച്ചു ജ്യേഷ്ഠൻ്റെ മനസ്സ് മാറിക്കാണും. 20 വർഷം കഴിയുമ്പോൾ ആരാ ക്ഷമിക്കാതിരിക്കുന്നത്? 20 വർഷം കഴിഞ്ഞാൽ ആരാണ് മനസ്സലിയാതെ ഇരിക്കുന്നത്? ഞാനൊരു ദൂതൻ്റെ ഇടയിൽ പറയുമ്പോൾ തന്നെ പറയട്ടെ, വർഷങ്ങളായിട്ടും ക്ഷമിക്കുവാൻ കഴിയാതെ പക വച്ചു പുലർത്തുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിനകത്തുണ്ട് എങ്കിൽ ഇന്ന് ഇവിടെ അത് ഉപേക്ഷിച്ചേച്ച് പോകണം. നിങ്ങൾ തിരിച്ചു പോകേണ്ടത് ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെ ആകണം. എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ടെ. നമ്മൾ അറിയാതെ എവിടെയെങ്കിലും വിദ്വേഷങ്ങളോ പകയോ പിണക്കങ്ങളോ ജാരശങ്കയോ ക്രോധമോ ശാഠ്യമോ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതെല്ലാം മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത് എരിഞ്ഞു മാറട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ 20 വർഷമാകുമ്പോൾ മനുഷ്യനാണ് എങ്കിൽ അവൻ ക്ഷമിക്കും. ഈ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കത്തില്ല എന്ന് വിചാരിച്ച് സ്വദേശത്തിലേക്ക് വരുവാനുള്ള അത്യാർത്ഥി നിമിത്തം യാക്കോബ് തിരിച്ചു വരികയാണ്. എങ്കിലും വരാൻ അടുത്തെത്തിയപ്പോൾ ഒരു ഭയം. കാരണം ഏശാവിനെ നന്നായിട്ട് യാക്കോബിനറിയാം. വെട്ടൊന്ന് കണ്ടൻ രണ്ട്, ഭയങ്കര പ്രശ്നക്കാരനാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല, അതിനു മുമ്പ് തല്ലിക്കൊന്നിരിക്കും. വേട്ടക്കാരനാണ്.
തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന മൃഗങ്ങൾ ദയനീയമായിട്ട് ജീവന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഒരല്പം പോലും മനസ്സലിയാത്ത വ്യക്തിയാകെ കൊണ്ട് അനുജനെന്നോ ജ്യേഷ്ഠനെന്നോ തിരിച്ചറിവില്ലാതെ എന്നെ ഏത് വിധത്തിലും എങ്ങനെയും എന്നെ നശിപ്പിച്ച് കളയുമെന്ന് മനസ്സിലാക്കിയിട്ട് 20 വർഷമാണെങ്കിലും അവൻ്റെ മനസ്സൊന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടത്തിലുള്ള വിദ്യാസമ്പന്നന്മാരായ, അവൻ്റെ കൂട്ടത്തിലുള്ള നല്ല ജ്ഞാനമുള്ള ഗ്രൂപ്പ് ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ക്ഷേമം അന്വേഷിച്ച് അവൻ്റെ മനസ്സൊന്നറിഞ്ഞേച്ചു വാ. ഇവരിതാ നല്ല ജ്ഞാനമുള്ള ഒരു കൂട്ടം പേര് അവൻ്റെ അടുക്കലേക്ക് കടന്നുപോയി. അവൻ്റെ അടുക്കലേക്ക് കടന്നുപോയത് വെറുതെ അല്ല. ഏതൊരു മനുഷ്യനെയും പിടിച്ചെടുക്കുന്ന ഒന്നാണ്, തള്ളിയിടുന്ന ഒന്നാണ് സാമ്പത്തികം. ശരിയല്ലേ? അപ്പോൾ യാക്കോബും വിചാരിച്ചു, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ പോയി, ഇപ്പോൾ എൻ്റെ കയ്യിൽ ബഹുസമ്പത്തൊക്കെ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, കുറേ കാശ് അവനങ്ങ് കൊടുക്കാം. അതോടുകൂടി അഥവാ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നെങ്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോകട്ടെ, അങ്ങ് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവനെ ഗ്രൂപ്പിനെ വിട്ടു. അവരെവിടെ പോയി കുറേ ആടുമാടുകൾ, അതൊക്കെയാണ് അന്നത്തെ സമ്പത്ത്. ആടുമാടുകളും അതോടൊപ്പം ഗിഫ്റ്റുകളൊക്കെ കൊണ്ടങ്ങ് നിരത്തി വെച്ചു. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് നിൻ്റെ അനുജൻ വലിയ പണക്കാരനായിപ്പോൾ പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഇവർ മനസ്സറിയാൻ പോയ പോക്കാ, തരാൻ വേണ്ടിയിട്ട് തന്നു വിട്ടിരിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വന്നത് നല്ലതായി, ഞാനിങ്ങനെ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇത് ഏത് ഐറ്റത്തിൽപ്പെട്ട ആടാണ്? ഇതെന്താണ് ഗിഫ്റ്റ്? ഇത് ഗോൾഡാണ് അല്ലേ, ഇത് സിൽവറാണല്ലേ, ഇതൊക്കെ ഞാനിങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ വന്നത് നല്ലത്. എന്തായാലും അവനോട് ചെന്ന് പറഞ്ഞേരെ, 400 പേരെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ തല എടുക്കാൻ വേണ്ടി ഉടനടി അങ്ങ് വരുന്നെന്ന്. മീഡിയേറ്ററായി പോയവരെല്ലാവരും തളർന്നു പോയി. എടാ, ഈ സമ്മാനം കണ്ടിട്ട് യവൻ്റെ വൈരാഗ്യം മാറിയില്ലല്ലോ. ഇവനൊരു മനം മാറ്റം വന്ന് ഇവൻ അസൽ കൊള്ളക്കാരൻ തന്നെ, കൊള്ളക്കാരനല്ല വേട്ടക്കാരൻ, ഇവൻ അസൽ വേട്ടക്കാരൻ തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോന്നു. ഒരു ഉഷസ്സിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കാത്ത യാക്കോബ്, ഒരു ഉഷസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാൻ മടിക്കാത്ത യാക്കോബ് തിരിച്ചു സന്ധ്യാസമയത്ത് അവിടെ ചെന്നെത്തിയ സമയത്ത് യാക്കോബ് അടുത്ത് ഒരു തീരുമാനം. തൻ്റെ മക്കളെയും ഭാര്യമാരെല്ലാം കൂട്ടമായി തിരിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ വരും, അവനെനിക്കറിയാം, അവനെന്നെ കൊല്ലും. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടമെങ്കിലും ഓടി രക്ഷപ്പെടട്ടെ. അവൻ ഒരു കൂട്ടത്തിൻ്റെ നേരെ വരുമ്പോൾ മറ്റൊരു കൂട്ടം ഓടി രക്ഷപ്പെടട്ടെ. എൻ്റെ തലമുറകളെങ്കിലും ഒരെണ്ണമെങ്കിലും ഭൂമിയിൽ കിടന്ന് വളരട്ടെ. എന്നെ കൊല്ലും, പക്ഷെ എൻ്റെ കൂടെയുള്ളവരെ ഒരുത്തനെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. ഇവനവൻ്റെ കഴിവുപയോഗിച്ച് എല്ലാ കാര്യാദികളും സെറ്റ് ചെയ്തു. ഓരോന്നിന് ഇറങ്ങുന്നതിനനുസരിച്ച് പുള്ളി പാളിപ്പോയി. പുള്ളിയുടെ ഓരോ തീരുമാനങ്ങളും വഴുതിപ്പോയി. ഒന്നും സക്സസ് ആയില്ല. ഒടുവിൽ യാക്കോബ് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഹുവോളം അവനോട് മല്ലുപിടിച്ചു. അവനൊരു ഓൾ നൈറ്റ് പ്രയർ നടത്താൻ തീരുമാനിച്ചു. രാത്രിയിലെ ഉറക്കം മുഷിച്ചുള്ളൊരു പ്രാർത്ഥന. എൻ്റെ കുടുംബത്തിലെ ബുദ്ധിമാന്മാർ പലരും പോയിട്ട് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വിലപിടിപ്പുള്ളതായിട്ടുള്ള വസ്തുവകകളൊക്കെ കൊടുത്തിട്ടും ഒരു വിധത്തിലേക്കും സെറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. എൻ്റെ കുടുംബത്തെ ഞാൻ ഗ്രൂപ്പായി വേർതിരിച്ചിട്ടും അതിലെനിക്ക് തൃപ്തി കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇനി ഒരേ ഒരു നിർവാഹം, ഇപ്പോൾ വൈകിട്ടായിരിക്കുകയാണ്, നാളെ പ്രഭാതമാകുമ്പോൾ അവൻ ഇവിടേക്ക് കടന്നു വരും. അതിനു മുൻപ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ യാക്കോബ് പറഞ്ഞു, ആമേൻ, ഉഷസ്സിനു വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രതികൂല
പ്രതിസന്ധി മേഖലകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ലാബാൻ എനിക്ക് നേരെ കടന്നു വന്ന സമയങ്ങളിലേക്ക്, അതോടനുബന്ധിച്ച് ആമേൻ പല രാജ്യങ്ങളുടെ രാജാക്കന്മാർ എനിക്ക് വിപരീതമായി കടന്നു വന്ന സമയങ്ങളിലേക്ക്, ശേഖേമിൻ്റെ ആൾക്കാർ എനിക്ക് വിപരീതമായിട്ട് കടന്നു വന്ന സമയങ്ങളിലേക്ക് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എങ്കിൽ ഉഷസ്സിനെ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഉഷസ്സിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതിനേക്കാൾ, അതിന് മുൻപേ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കൽ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉഷസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ ദൈവത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. ഓരോ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിനേക്കാളും അതിനു മുൻപ് ദൈവത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരുന്നു എന്നുള്ളത് തന്നെയായിരിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3 മുതൽ വായിക്കുന്ന സമയത്തിൽ, അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പുരുഷ പ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. രാത്രിയിൽ ഉഷസ്സാകുവോളം അവൻ മല്ല് പിടിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ മൽപിടുത്തത്തിനെ കുറിച്ച് ഹോശേയ പ്രവാചകനിലൂടെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു എങ്കിൽ, പുരുഷപ്രായത്തിൽ ദൈവത്തിനോട് പൊരുതിയെങ്കിലും, ദൂതൻ, അഥവാണ് ഒരു ദൂതനാണ് യാബോക്ക് കടവിൽ അവിടെ വെച്ച് വന്നത്, ദൂതനോട് പൊരുതിച്ചു അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ ആക്ച്വലി ഈ രാത്രി മുഴുവനും എന്തായിരുന്നു? റസലിംഗ് അല്ലായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും അവരവിടെ യുദ്ധം ചെയ്തു, അവൻ മല്ല് പിടിച്ച് ജയിച്ചു. എങ്ങനെയാ മല്ല് പിടിച്ചത്? കണ്ണുനീര് കൊണ്ട്, കരച്ചിൽ കൊണ്ട് ജയിക്കുവാൻ അവൻ തീരുമാനിച്ചു. കാരണം സ്വർഗം ചലിക്കണമെങ്കിൽ ഒരു ഭക്തൻ്റെ കണ്ണുനീര് വീഴേണ്ടിടത്ത് വീണ് കഴിഞ്ഞാലൊട്ട്, ഒരുവൻ്റെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ ദൈവം വെറുതെ ഇരിക്കത്തില്ല. ദൈവം ഇറങ്ങി പ്രവർത്തിക്കും, ദൈവം കടന്നു വരിക, ദൈവം അത്ഭുതത്തെ ചെയ്യുക, ദൈവം അതിശയത്തെ ചെയ്യുക, ദൈവം വീര്യം പ്രവർത്തിക്കുക, ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാനായി കാരണമായി തീരും. മനസ്സിലാകുന്നുവോ? പ്രൈസ് ദ ലോർഡ്. അവൻ കരഞ്ഞു മല്ല് പിടിച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു മല്ല് പിടിക്കാൻ മനസ്സുണ്ട്? ഹല്ലേലൂയ, സ്തോത്രവും സ്തുതിയൊക്കെ നമുക്കുണ്ട്. പക്ഷെങ്കിലും യാക്കോബിനെ പോലെ കരഞ്ഞു പോകും. ഇതുവരെ സമ്പാദിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി, ഇതുവരെ കിടന്ന് കഷ്ടപ്പെട്ടു പോയതെല്ലാം വെറുതെ ആയിപ്പോയി. ഇതാ എൻ്റെ ജ്യേഷ്ഠൻ വന്ന് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വരിക. പകപോക്കൽ, ശത്രുത അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യത മനസ്സിലാകത്തുള്ളൂ. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന വ്യക്തി പിശാചിനാൽ പിടിക്കപ്പെട്ട് നിങ്ങൾക്കെതിരായിട്ടുള്ള ദുരാത്മാവ് ആ കുടുംബത്തിൽ കയറി നിങ്ങളോട് പോരാടിയ അനുഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. വാലയെ പിടിക്കുമ്പോൾ തല പോകും, തലയെ പിടിക്കുമ്പോൾ വാലയെ പോകും. പഞ്ചായത്തിൽ നിന്ന് വരുമ്പോൾ അടുത്ത് കോർപ്പറേഷന് വരുമ്പോൾ അടുത്ത് പിന്നെ കോടതിയിൽ നിന്ന് വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ. നിങ്ങളുടെ ജീവിതം മുഴുവനും ഇവൻ വേട്ടയാടി നിങ്ങളെ തകർത്ത് കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ശത്രുത വന്ന വ്യക്തിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ശത്രുതകളില്ലാതെ ദൈവം നിന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈനംദിനം ദൈവത്തിന് നന്ദി അർപ്പിക്കണം. യാക്കോബ് ശത്രുതയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം കാഠിന്യമുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ മനസ്സിലായി, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാ, എൻ്റെ പിള്ളേരെ നശിപ്പിക്കും, എൻ്റെ ആടുമാടുകൾ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം തകർക്കും. ഒരൊറ്റ ആയുധം എൻ്റെ കയ്യിലുണ്ട്, ഉറക്കം ഉണർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരൊറ്റ മൂലി ചിലർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഒരൊറ്റ മൂലി. എടുത്തിയാടി ചെയ്യരുത്. ചിലതിനൊക്കെ നിയോഗങ്ങളും നടത്തിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. എൻ്റെ ദൈവം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുക.
രാത്രിയുടെ യാമങ്ങളിൽ അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ പോരാടി പ്രാർത്ഥിക്കുവാൻ യാക്കോബിനെ പോലെ ഒരു ഭക്തന് കഴിയപ്പെടുമെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. സ്തോത്രം. പക്ഷെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, എളുപ്പത്തിലൊന്നും നടക്കത്തില്ല. യാക്കോബ് തീരുമാനിച്ചു, എൻ്റെ ഉറക്കമല്ല എനിക്ക് പ്രശ്നം, എനിക്ക് ഉറക്കം വരുന്നില്ല. അതാണ്, എൻ്റെ ജ്യേഷ്ഠൻ നാളെ രാവിലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തും, ഉഷസ്സിനെ എനിക്ക് പേടിയാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തും, ഞാൻ എങ്ങനെ പ്രതികരിക്കട്ടെ, എന്ത് ചെയ്യട്ടെ? എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ജീവിക്കണം. ഇതായിരുന്നു യാക്കോബിൻ്റെ ഒരു ആഗ്രഹം. ബൈബിൾ എഴുതിയിരിക്കുന്നത് കരഞ്ഞവൻ ജയിച്ചു. അതാണ്, അവൻ എന്ത് ചെയ്തു? കരഞ്ഞ് ജയിച്ചു. ആ കരയുന്ന സമയത്തിൽ ദൈവം യാക്കോബിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് യെശയ്യാവിലൂടെ എഴുതിയിട്ടുള്ളത്. 41 അധ്യായം 8 മുതൽ. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിടുവിച്ച് ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായില്ലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാന്. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. രാത്രിയുടെ യാമങ്ങളിൽ ഉഷസ് ഇഷ്ടപ്പെടാണ്ടിരുന്ന, ഉഷസ്സിന് മുൻപേ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന യാക്കോബിനോട് അർദ്ധരാത്രിയുടെ യാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച ചില ഭാഗങ്ങളാണ്. മരണഭീതി കടന്നു വന്ന്, ശത്രുതയുടെ അനുഭവം കടന്നു വന്ന്, കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്നേഹം വർദ്ധിച്ചു വച്ച്, ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാൻ ആരുടെ അടുക്കൽ പോകട്ടെ? എൻ്റെ പ്രശ്നം ഞാൻ ആരോട് പറയട്ടെ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് മാത്രം ഈ കഷ്ടം മാറുന്നില്ല, ഈ വേദന മാറുന്നില്ല എന്ന് ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഈ പകൽ സമയം പരിശുദ്ധാത്മാവ് യാക്കോബിലൂടെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യാക്കോബിലൂടെ നിന്നോട് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന് നീ ചിന്തിക്കുമ്പോഴോ അതേ അനുഭവത്തിൽ പ്രാർത്ഥിച്ച യാക്കോബിന്റെ അടുക്കൽ ദൈവം വന്നു. ലോകം മുഴുവനും കിടന്നുറങ്ങുകയാണ്. ലോകം മുഴുവനും നിശബ്ദതയുടെ മധ്യത്തിലായിരുന്നപ്പോ കരഞ്ഞ് നിലവിളിച്ച് മൽപിടുത്തം നടത്തിക്കൊണ്ട് കണ്ണുനീര് കൊണ്ട് യുദ്ധത്തെ ജയിക്കുവാൻ അവൻ്റെ ആയുധം അവൻ്റെ കരച്ചിലും ഉറക്ക ഇളപ്പും. ഞാൻ ഈ പറയുന്ന സന്ദേശം കേട്ടുകൊണ്ട് അനാവശ്യമായിട്ട് ഉറക്കം എണീക്കരുത്, അനാവശ്യമായിട്ട് ഉറക്കമുണർന്നിരിക്കരുത്. നമുക്കൊക്കെ ഒരു ആത്മശക്തിയുടെ ലെവലുണ്ട്. ആ ആത്മശക്തിയുടെ ലെവൽ കൂടെ ബാലൻസ് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ 1-2 ദിവസത്തിന് ഉറക്കം ചെയ്ത് പ്രാർത്ഥിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ വല്ലപ്പോഴോ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഉറക്കം കൂടെയൊക്കെ കൊടുക്കണം ശരീരത്തിന്. പരിശുദ്ധാത്മാവിൽ നമുക്ക് പഠിക്കാനുള്ളത് യാക്കോബിൻ്റെ അർദ്ധരാത്രിയിലെ നിലവിളി. ഞാൻ പേടിപ്പിക്കുന്നതല്ല, അത്യാവശ്യമുള്ളവർക്ക് ചെയ്യണം, ആ രീതിയിൽ ജയിക്കണം, ആ രീതിയിൽ പോരാടണം, ബാലൻസ് ചെയ്ത് പോരാടണം, ബാലൻസ് ചെയ്ത് പ്രെയർ ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ആയുധത്തെ എടുക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ വളരെ വലുതാണെങ്കിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ആയുധത്തെ നിങ്ങൾ എടുക്കണം. അങ്ങനെ ഒരു ആയുധമെടുത്ത് നിങ്ങൾ പോരാടി ജയമെടുക്കണം. അപ്പോൾ ദൈവം ശാന്തമായി വന്ന ഭാഗമാണ് യെശയ്യാവ് 41. എല്ലാം ഞാൻ വായിക്കുന്നില്ല. 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും. അടുത്ത് പറയുക, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിക്കും. പുഴുവായ യാക്കോബേ
എന്താ ഈ പുഴു എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം? അല്ല, ദൈവത്തിൻ്റെ വാത്സല്യം വളരെ വലുതാണ്. ധൈര്യപ്പെടുത്തി, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ശത്രുക്കളെ ഞാൻ ചിതറിപ്പിക്കും, എല്ലാം ചെയ്യും. എന്നിട്ടും അവന് ധൈര്യം വരാതിരുന്നപ്പോൾ ദൈവം വിളിച്ച വിളിയാണ്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ. അതൊരു നുള്ള പരീക്ഷ അല്ലേ? സ്നേഹം കൊണ്ട് നുള്ളാറില്ലേ? ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. അവനെ ആലിംഗനം ചെയ്തിട്ടായിരിക്കാൻ ചിലപ്പോൾ പരീക്ഷയെന്നൊക്കെ വിളിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയുകയാണ്, പുഴുവായ സഹോദരാ, പുഴുവായ സഹോദരി, ഇസ്രായേൽ പരീക്ഷയെ നീ പേടിക്കണ്ട. നിന്റെ കടബാധ്യതയെ കണ്ട് നീ പേടിക്കണ്ട, നിന്റെ ശത്രുതയെ കണ്ട് നീ പേടിക്കണ്ട, നിന്റെ രോഗത്തെ കണ്ട് നീ പേടിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ നിന്നെ വലിയവനാക്കാം. നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടരുത്, നീ പേടിക്കരുത്. ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കപ്പെടും. അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഇപ്പോൾ യാക്കോബിന് മൂർച്ചയില്ല, പല്ലു പറഞ്ഞ സിംഹം പോലെയായി. ചില ദിവസങ്ങൾക്ക് മുമ്പേ യാക്കോബ് ഗർജിക്കുന്ന സിംഹമായിരുന്നു. അമ്മായിയപ്പനോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് നിന്ന് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ യാക്കോബ് സ്വഭവനത്തിനകത്ത് ഗർജിക്കുന്ന സിംഹം പോലെ നിന്ന് ജ്യേഷ്ഠൻ്റെ മുമ്പിൽ തെല്ലും പതറാതെ ഭയപ്പെടാതെ നിന്ന യാക്കോബ്, ഷേക്കേമിൻ്റെ ആൾക്കാർ ഒന്നടങ്കം കടന്നു വന്നപ്പോഴും തൻ്റെ മക്കളെ ഒറ്റയ്ക്ക് നിർത്തി പടപൊരുതി ജയിച്ചു വന്ന യാക്കോബ് ഒറ്റ നിമിഷം കൊണ്ട് പല്ലു പറഞ്ഞു പോയ സിംഹം പോലെയായി. ധൈര്യം പോയി, ബലം പോയി, ശക്തി നഷ്ടപ്പെട്ടു. ഈ കൂട്ടത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. എല്ലാം ചോർന്നു പോയല്ലേ, ധൈര്യമൊക്കെ പോയല്ലേ, ഉറപ്പൊക്കെ പോയല്ലേ, ഇപ്പോൾ ഒരു ഭീരുവിനെ പോലെ ആയല്ലേ. ദൈവം നിങ്ങളെ പണിയുകയാണ്, ദൈവം നിങ്ങളെ അടിച്ചുടയ്ക്കുകയാണ്, ദൈവം നിങ്ങളെ കൈക്കിണങ്ങി ഒരു ആയുധമാക്കി മാറ്റുകയാണ്. നിന്നെ നശിപ്പിക്കാനല്ല നിന്റെ പല്ലിനെ പറിച്ചത്, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ കളയാൻ വേണ്ടിയിട്ടോ അല്ല. ദൈവത്തിൻ്റെ കൈക്കിണങ്ങി ഒരു ആയുധമായിട്ട്, യാക്കോബേ, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനിവിടെ വന്നത്, എൻ്റേതായിട്ടുള്ള ആൾബലം കൊണ്ടല്ല. നീ ഒരുവനെ ഭയക്കാനൊരു കാരണമുണ്ട്. നിൻ്റെ കൂടെ ദൈവമില്ല എങ്കിൽ ഇവിടെ നീ തോൽക്ക്, നിൻ്റെ കൂടെ ദൈവമില്ല എങ്കിൽ ഇവിടെ നീ പരാജയപ്പെടും. നിൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു വരുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നീ തോൽക്കാതിരിക്കണമെങ്കിൽ നീ ദൈവത്തെ കൂട്ടുപിടിക്കണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ കർത്താവ് ബോധ്യപ്പെടുത്തിയതാണ് നിന്റെ പല്ലിനെ തൽക്കാലം പറിച്ചത്. സ്തോത്രം. അവനൊരു ഭീരുവിനെ പോലെ ആക്കി തീർത്തു. പരിശുദ്ധാത്മാവിനെ വീണ്ടും കാണിക്കുകയാണ്. ചില കുടുംബങ്ങൾ ഭീരുത്വത്തിലേക്ക് പോയി, ചില കുടുംബങ്ങൾ നിന്ന പാത്രമായിട്ട് തീർന്നു, ചില കുടുംബങ്ങൾ പരിഹാസ പാത്രമായി. നിന്റെ നാട്ടിലെ, നിന്റെ വീട്ടിലെ, നിന്റെ കുടുംബത്തിലെ ബന്ധുക്കളുടെ, മിത്രാദികളുടെ, ചാർച്ചക്കാരുടെ മധ്യത്തിൽ എല്ലായിടങ്ങളില് ഹല്ലേലൂയ നീ ഒരു നിന്ന പാത്രമായിട്ട് തീർന്നുവെങ്കിൽ അവിടെ കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ മൂർച്ചയുള്ളത് പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കുവാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിലുള്ള പല്ലിനെ അവൻ തൽക്കാലം പറിച്ചുവെങ്കിലും ഇതാ നിന്നെ പുതിയതാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം. നിന്നെ അവൻ പണിപ്പുരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്, നിന്നെ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്, നിന്നെ അവൻ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പിന്റെ മധ്യത്തിൽ പല്ലേറിയതായിട്ടുള്ള, മൂർച്ചയുള്ളതായിരിക്കുന്ന, പുതിയതായിരിക്കുന്ന ഒരു മെതിവണ്ടിയാക്കി ദൈവം മാറ്റാനുള്ള സമയം അടുത്തു. സ്തോത്രം. യാക്കോബിനോട് ദൈവം പറയുകയാ, നിന്നെ ഞാൻ പുതിയതാക്കി. ഇന്ന് എല്ലാവരും പറഞ്ഞു പഴഞ്ചാൻ, നിന്നെ ഞാൻ പുതിയതാക്കും. അടുത്തവൻ എഴുതിയിരിക്കുന്നു, നിന്നെ ഞാൻ മൂർച്ചയുള്ളവനാക്കും.
ഇതുകൊണ്ട് ഈ പല്ല് കൊണ്ട് ഇനി ഉപയോഗമില്ല, ഇത് പല്ല് കൊഴിഞ്ഞ സിംഹമാണ്. പണ്ട് കിടന്ന് ഗർജിച്ചു, പക്ഷേ പല്ലില്ലാതെ സിംഹം ഗർജിച്ചിട്ട് കാര്യമെന്നാ? ഒരു ഉപയോഗവുമില്ല. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ പല്ലേറിയതാക്കും. മൂർച്ചയുള്ളത്, അടുത്ത പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നിനക്ക് മുൻപിൽ വരുന്ന സകല പർവ്വതം പോലെയുള്ള തടസ്സങ്ങളെ നീ ഭയപ്പെടാതെ നീ ഒറ്റയ്ക്ക് നിന്ന് നീ അതിനെ മെതിക്കും. നീ കുന്നുകളെ മെതിക്കും, പർവ്വതങ്ങളെ പൊടിക്കും. നിന്നെ ദൈവം ബലമുള്ള കുടുംബമാക്കി മാറ്റും. നിന്നെ ദൈവം ബലമുള്ള ഒരു സമൂഹമാക്കി മാറ്റും. നിന്നെ ബലമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ഇന്നത്തെ നിന്റെ നിന്ന മാറ്റി, നിന്റെ പരിഹാസം മാറ്റി, നിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും സകലത്തെ മാറ്റി സ്വർഗത്തിലെ ദൈവം നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. സ്വതന്ത്രം. രാത്രിയിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ രാത്രിയിൽ ഉറക്കം മാറ്റിവെച്ചു. ഉറക്കം ഒരു മനുഷ്യൻ്റെ ഹരമാണ്. നമ്മൾ അടിച്ച് കടത്തിക്കളയും. നമുക്ക് നമ്മളെ തളർത്തിക്കളയും. അതിനെ അതിജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ യാക്കോബിനെ അതിജീവിച്ചേ പറ്റൂ. ഉറങ്ങേണ്ട സമയമല്ല ഇത് ഉണർന്നിരുന്ന് ജയിക്കാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കി അവൻ ഉണർന്നപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്വങ്ങളാണ് ഞാൻ വായിച്ചത്. ഉഷസ്സായി. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ചിലർ ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു, ഞാനോ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ചിലർ ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കും. രാവിലെ ആയി, നല്ലത്. പുതിയ ദിവസമായി നല്ലത്. നേരം വെളുത്തു, നല്ലത്. ഇനി രാത്രിയിലെ ഭയക്കണ്ട. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് രാത്രിയിലാണ്. ഏറ്റവും കൂടുതൽ ഭയപ്പാടുകൾ വരുന്നത് രാത്രിയിലാണ്. ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ വരുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് രാത്രി തീർന്നു ഉഷസ്സായി എന്ന് പലരും ചിന്തിച്ചപ്പോൾ എനിക്ക് ഉഷസ്സല്ല, എനിക്കെൻ്റെ ദൈവം മതി. ഉഷസ്സാകുന്ന സമയത്തിൽ എന്താ സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 33. ഏശാവ് ഇപ്പോൾ രാവിലെ യാക്കോബിൻ്റെ അടുക്കലെത്തി. രാത്രിയിൽ കുറേ സംഭവങ്ങൾ നടന്നു. അത് ഏശാവ് അറിയുന്നില്ല. അവനിതാ വാളും പരിചയും പൂണിയൊക്കെ ആയിട്ട് അങ്ങനെ വരികയാണ്. 34. ഏശാവ് ഓടി വന്നു, അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ട്, നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ ജോസേഫ് റാഹേൽ അടുത്തു വന്ന് നമസ്കരിച്ചു. പിറ്റേ ദിവസം രാവിലെ യാക്കോബ് ഉറങ്ങാതെ ഇരിക്കുകയാണ്. കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ എന്തൊരു പാടാന്നറിയത്തില്ല. ദൈവം ഇന്നലെ വന്ന് പറഞ്ഞു, എന്നെ മൂർച്ചയുള്ള പല്ലേറിയ മെതിവണ്ടിയൊക്കെ ആക്കി തീർക്കും, എൻ്റെ ശത്രുവിനെ തകർത്ത് കളയും. വലിയ വാഗ്ദാനമൊക്കെ കിട്ടി. വിശ്വസിക്കുന്നു ദൈവം എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് ചെയ്യാതിരിക്കത്തേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങകലെ കുതിരപ്പടയുടെ ശബ്ദം കേൾക്കുന്നു, കാലാൽപ്പടയുടെ ശബ്ദം കേൾക്കുന്നു, രഥങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. 400 പേര് അവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഭക്തന് ആമേൻ മുട്ടിടിക്കാൻ തുടങ്ങിയോ എന്നറിയത്തില്ല. കാരണം ദൈവം രാത്രി ഇടപെട്ടുവെങ്കിൽ അവൻ ഭക്തനല്ലേ, ഒരിച്ചിരി ധൈര്യം കിട്ടും. എന്തെങ്കിലും ദൈവം കിട്ടും, എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഒരു ദൈവപ്രവർത്തനം. നച്ചറിഞ്ഞ് പിടിച്ച് നോക്കിക്കൊണ്ട് യാശോബിത കടന്നു വരികയാണ്. വല്ലെല്ലാം ചുണ്ടെല്ലാം കടിച്ചടാ, 20 വർഷക്കാലം കൊണ്ട് നിന്നെ ഞാൻ നോക്കിയിരിക്കാനല്ല, എന്നെങ്കിലും നീ ഇവിടെ വരുമെന്ന്, എത്ര ഉയരത്തിൽ പോയാലും സമ്മാനം മേടിക്കാൻ മൂട്ടി തന്നെ വരുമെന്ന് എനിക്കറിയാമടാ എന്നൊക്കെ പറഞ്ഞ് ഇതാ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവൻ വേഗത്തിൽ വന്നു. അനുജൻ്റെ മുഖം നോക്കിയ സമയത്ത് 1000 സൂര്യൻ ഒരുമിച്ചുദിച്ചാലും അതിൻ്റെ അടുക്കലെത്താത്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ മുഖത്ത് മിന്നി മറയുന്നത് കണ്ടോ? ഉറക്കം മുഷിച്ചത് കൊണ്ട് ക്ഷീണമല്ല, ഉറക്കം മുഷിഞ്ഞവൻ്റെ മുഖപ്രകാശത്തിന് ഒരല്പം പോലും കുറവില്ല. ഉറക്കം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവൻ്റെ മുഖത്തേക്ക് ക്ഷീണമല്ല, ശോഭ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. സ്വത്രം. അവൻ വീണ്ടും സൂക്ഷിച്ചു, ഇതെൻ്റെ പഴയ അനുജനല്ലല്ലോ, ഇവൻ്റെ ഫേസിന് എന്തോ വ്യത്യാസമുണ്ട്.
ഇവനിലെന്തോ മാറ്റമുണ്ട്. പെട്ടെന്ന് മിന്നൽ പോലെ ഇവൻ്റെ മനസ്സങ്ങ് അലിയാനായിട്ട് തുടങ്ങി. ഇവൻ മറ്റൊരാളായി തീരുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. മുഖാമുഖം അവർ കണ്ടപ്പോൾ അവർക്ക് വിട്ടുപിരിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം അവിടെ വന്നു. അപ്പോൾ ദാസിമാർ അടുത്ത് നമസ്കരിച്ചു. അവരെല്ലാവരും ഒന്നായി. സുഹൃത്തെ, ഒരിക്കലും ആർക്കും യോജിപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു രാത്രി പ്രാർത്ഥന, ഒരു മുഴുരാത്രി പ്രാർത്ഥന ആ കുടുംബത്തിനെ ശിഥിലമാകുന്നതിന് പകരം ആ കുടുംബം ഒന്നാകത്തക്ക രീതിയിലേക്ക് വന്നു എങ്കിൽ ദൈവ നിയോഗം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഉറക്കം മുഷിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണം.